കേരള രാഷ്ട്രീയത്തെ വീണ്ടും ചൂട് പിടിപ്പിച്ചുകൊണ്ട് അപ്രതീക്ഷിതമായ ഒരു രാഷ്ട്രീയ ബോംബ് കൂടി പൊട്ടിയിരിക്കുകയാണ്. ഇത്തവണ കനൽ വീണിരിക്കുന്നത് സ്വന്തം പാളയത്തിലേക്കാണ്. UDF സർക്കാർ അധികാരത്തിലേറി ബജറ്റ് അവതരിപ്പിച്ചതിന് പിന്നാലെ സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ പരസ്യമായി വടിവെട്ടിയിറങ്ങിയിരിക്കുകയാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ. മുഖ്യമന്ത്രി VD സതീശന് സുധീരൻ അയച്ച കത്തിപ്പോൾ സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയ വൃത്തങ്ങളിലും വലിയ ചർച്ചയായി മാറിക്കഴിഞ്ഞു. മുൻപ് LDF സർക്കാരിന്റെ കാലത്ത് കരിമണൽ ഖനനത്തിനെതിരെയും മദ്യനയത്തിനെതിരെയും സഭയ്ക്കകത്തും പുറത്തും കടുത്ത പോരാട്ടം നയിച്ച ആളാണ് VD സതീശൻ. എന്നാൽ ഇപ്പോൾ UDF ഭരണത്തിലെ ആദ്യ ബജറ്റ് വന്നപ്പോൾ കഥ മാറി. ബജറ്റിലെ രണ്ട് പ്രധാന പ്രഖ്യാപനങ്ങളാണ് സുധീരനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. ഒന്ന്, ധാതുമണൽ മേഖലയിലേക്ക് സ്വകാര്യ നിക്ഷേപം അനുവദിക്കാനുള്ള തീരുമാനം. രണ്ട്, വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിപണനവും അതിനുള്ള നികുതി ഇളവും. ഇത് മുന്നണിയുടെ പ്രകടന പത്രികയ്ക്ക് വിരുദ്ധമാണെന്നും ജനങ്ങളോട് കാണിച്ച വഞ്ചനയാണെന്നുമാണ് സുധീരന്റെ ആഞ്ഞടിക്കൽ. വീര്യം കുറഞ്ഞതായാലും കൂടിയതായാലും മദ്യം തന്നെയാണ്. ഒരു തുള്ളി മദ്യം പോലും സുരക്ഷിതമല്ലെന്ന ലോകാരോഗ്യ സംഘടനയുടെ മുന്നറിയിപ്പ് സുധീരൻ കത്തിൽ എടുത്തു പറയുന്നുണ്ട്. കത്ത് പുറത്തു വന്നതോടെ പ്രതിപക്ഷം ഇത് നിയമസഭയിൽ സർക്കാരിനെതിരെ വലിയ ആയുധമാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. വടിയൊടിച്ചു സുധീരൻ, ഫയൽ കെട്ടുമായി സതീശൻ സഭയിലെന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. സ്വന്തം നേതാവ് തന്നെ സർക്കാരിനെതിരെ തിരിയുമ്പോൾ പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി നൽകിയേ തീരൂ. എന്നാൽ ഈ കടന്നാക്രമണത്തെ പ്രതിരോധിക്കാൻ മുഖ്യമന്ത്രി VD സതീശനും ധനം വകുപ്പും കൃത്യമായ ഫയൽ കെട്ടുകളുമായി തന്നെയാണ് ഒരുങ്ങുന്നത്. വികസനവും പരിസ്ഥിതി സംരക്ഷണവും എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകാം എന്നതിനെക്കുറിച്ചും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ പ്രായോഗികമായ എന്ത് നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളതെന്നതിനെക്കുറിച്ചും വ്യക്തമായ കണക്കുകൾ സഭയിൽ നിരത്താനാണ് മുഖ്യമന്ത്രിയുടെ നീക്കം. മുൻ സർക്കാരിന്റെ കാലത്തെ തോട്ടപ്പള്ളി ഖനന ഉത്തരവുകൾ റദ്ദാക്കണമെന്ന സുധീരന്റെ ആവശ്യത്തോട് സർക്കാർ എങ്ങനെ പ്രതികരിക്കുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. മുഖ്യമന്ത്രിക്ക് മാത്രമല്ല, വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, എക്സൈസ് മന്ത്രി M ലിജു എന്നിവർക്കും സുധീരൻ ഈ കത്തിന്റെ പകർപ്പ് അയച്ചിട്ടുണ്ട്. അതിനർത്ഥം മുന്നണിയിലെ പ്രമുഖ നേതാക്കളെല്ലാം ഈ വിഷയത്തിൽ മറുപടി പറയേണ്ടി വരുമെന്നാണ്. മദ്യവർജനമെന്ന കോൺഗ്രസിന്റെ പരമ്പരാഗത നിലപാടിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോയെന്ന ചോദ്യം പാർട്ടിക്കുള്ളിൽ വലിയ പുകിലുണ്ടാക്കുമെന്ന് ഉറപ്പാണ്. സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ ഉയർന്നു വന്ന ഈ സുധീരൻ കനലിനെ മുഖ്യമന്ത്രി VD സതീശൻ എങ്ങനെ സഭയിൽ പ്രതിരോധിക്കും? സുധീരൻ ഉന്നയിച്ച ആക്ഷേപങ്ങൾക്കനുസരിച്ച് ബജറ്റ് നിർദ്ദേശങ്ങളിൽ തിരുത്തലുകൾ വരുത്താൻ സർക്കാർ തയ്യാറാകുമോ? അതോ വികസന അജണ്ടയുമായി മുന്നോട്ടു പോകുമോ? കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന ആ വാശിയേറിയ സഭാതല പോരാട്ടം ഇന്ന് നമുക്ക് കാണാം.